അപ്പം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്ക് പീസിൻ്റെ പാസ്ത എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടോ, ഞങ്ങൾ ഇന്നലെ ഫാർമേഴ്സ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച കപ്പങ്ങ കേട്ടോ. നല്ല റെഡ് ലേഡി കപ്പങ്ങ, നാട്ടിലത്തെ. ഞാൻ കട്ട് ചെയ്തിട്ടേ തിന്ന് നോക്കി, നല്ല മധുരവും. ഞാനത് ഇത്രയും നല്ലതായിരിക്കും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് നാട്ടിലത്തെ നമ്മുടെ വീട്ടിലൊക്കെയുള്ള റെഡ് ലേഡി തന്നെയാണ്. ഞങ്ങളെ ഇവിടുത്തെ ഒരു ബിസിനസ് കോസ്കോയിൽ വന്നേക്കുവാ. ഇതെല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ വിലക്കുറവ് ഹോൾസെയിൽ വിലയിലാണ് കൊടുക്കുന്നത്. ഇവിടെ എല്ലാം ഒത്തിരി ക്വാണ്ടിറ്റി കൂടുതലായിട്ടേ കിട്ടുള്ളൂ നമുക്ക്. മുകളിലേക്കൊക്കെ നിറച്ച് സാധനങ്ങൾ ഇങ്ങനെ അടക്കി വെച്ചേക്കണേ. ഇതാണ് മഷ്റൂം. ഈ മഷ്റൂം വെച്ചിട്ട് ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കി ഒരു പാസ്ത ഉണ്ടാക്കാന്നാണ് ഓർത്തേക്കുന്നത്. ഹലോ ഗായ്സ്, ഇന്ന് ലഞ്ചിന് ചോറും മീൻകറിയൊക്കെ ആയിരുന്നേ. അപ്പം ഡിന്നറിന് ഇന്ന് വ്യത്യാസമായിട്ട് ഒരു പാസ്ത ഉണ്ടാക്കിയാലോ എന്ന്. ഈ പാസ്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്രോണി പാസ്തയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ചിക്ക് പീസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്, അതായത് നമ്മുടെ വെള്ളക്കടല. അപ്പോൾ ഈ ചിക്ക് പീസും കൊണ്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് ഇത് ലോ കാർബാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ പാസ്ത ഉണ്ടാക്കുവാണെങ്കിൽ അത് ലോ കാർബ് ഡയറ്റിൽ പെടും. അപ്പം പിന്നെ മഷ്റൂം ഉണ്ട്. മഷ്റൂമും കുറച്ചിടാം, കുറച്ച് പ്രോട്ടീനും കൂടുതലുണ്ടല്ലോ മഷ്റൂമിൽ. പിന്നെ വൈറ്റ് സോസിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അത് ആൽഫ്രെഡോ പാസ്ത എന്നാണ് അതിൽ പറയുന്നത്. അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഈ നിറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു. ഒലിവ് ഓയിലല്ല, ഏത് ഓയിലാണെങ്കിലും ഒഴിക്കുക, ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അപ്പം ഈ പാസ്ത അതിലേക്ക് ഇട്ടു. ഇത് 2 കപ്പ് എടുത്തത്. അപ്പം ഇത് ഇപ്പം വെന്തോന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇത് ഒരുവിധം ആയിട്ടുണ്ട്. ഒത്തിരി വേവണ്ട, നമുക്കൊരു ക്രഞ്ചിനെസ് കിട്ടണം. ഇത് കറക്റ്റാ. അപ്പം ഞാനിത് മാറ്റാൻ പോവാം, ഓട്ടപാത്രത്തിലേക്ക് ഇടാൻ പോവാം. എല്ലാം ഓട്ടപാത്രത്തിൽ ഇട്ടിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട സോസ് തയ്യാറാക്കണം, പിന്നെ മഷ്റൂം ഒക്കെ ഇടണം. അതൊക്കെയാണ് അടുത്ത പരിപാടി. ആദ്യം തന്നെ ഈ ഒലിവ് ഓയിലിൽ കുറച്ച് ഗാർലിക്കൊക്കെ വഴറ്റിയെടുക്കാൻ പോവാം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി. അപ്പോൾ ഈ ഒലിവ് ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്കിടാനുള്ളത് ഈ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഗാർലിക്കാണിത്. പിന്നെ കുറച്ച് ഓണിയൻസ് ഉണ്ട്. അപ്പോൾ ഇതിട്ട് കൊടുക്കാം. ഒത്തിരി ബ്രൗൺ ഒന്നും ആവരുത്, ചെറുതായിട്ടൊന്നിങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഈ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇടണം. അത് കഴിഞ്ഞ് നമ്മൾ ഇറ്റാലിയൻ സ്പൈസസ് ഒക്കെ ഇടുന്നത്. ഇതാണ് ബേസിൽ. ഇതെല്ലാം ഡ്രൈഡ് ഇറ്റാലിയൻ സ്പൈസാണ്. ഒറഗാനോ, പിന്നെ കുറച്ച് ക്രഷ്ഡ് ചില്ലി, ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് മഷ്റൂം ഇടണം. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്. ഇവരുടെ ഇങ്ങനത്തെ പാസ്തയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ചോറും കറിയും ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ എളുപ്പമാണ്. പിന്നെ ഇതിന് കറിയൊന്നും വേണ്ടല്ലോ, നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അകത്തേക്ക് മഷ്റൂമൊക്കെ ഇടുവാണല്ലോ. അപ്പോൾ റിച്ച് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് ഈസി പരിപാടിയാണ്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഒണിയൻ ഇടാൻ പോവാം. ഒണിയൻ ഇട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് മഷ്റൂം ഇടാം. ഇനി പുറത്ത് നല്ല തണുപ്പല്ലേ, നമുക്ക് ജെല്ലൊന്നും തുറന്നിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ കട്ടിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഈ കുക്ക് ചെയ്യണതിൻ്റെ മണം വരുമ്പോൾ നമുക്ക് എക്സോസ്റ്റ് ഇടണം. എക്സോസ്റ്റ് ഇടുമ്പം പുറത്തുനിന്ന് വലിച്ചു കളയാനായിട്ട് ജെല്ല് തുറന്നിടുകയും ചെയ്യണം ചെറുതായിട്ട്. അപ്പോൾ ഇങ്ങനെ തണുത്ത കാറ്റ് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതൊരുവിധം വഴണ്ടിട്ടുണ്ട്. ഞാൻ ഈ നമ്മുടെ മഷ്റൂം ഇടാൻ പോവാം. ഇത് കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചതായി, ഇപ്പോൾ വാങ്ങിച്ച് നമ്മൾ കൊണ്ടുവന്നതാണ്. ഇതൊന്ന് വാഴട്ടെ, ചെറുതായിട്ട് വാഴുമ്പോഴത്തേക്ക് മഷ്റൂം വെന്തോളൂ. മഷ്റൂമിന് ഒത്തിരി ഗുണങ്ങളുണ്ട്, നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. ഞാനൊരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണ്ടേ. മഷ്റൂം അങ്ങ് ആയിട്ട് വേണം അടുത്ത സാധനങ്ങളൊക്കെ ഇടാം. ചെറുതായിട്ടൊന്ന് അടച്ച് ഇവിടെ വെച്ചേക്കാം, ഒന്ന് സ്റ്റീം വരട്ടെ. സ്റ്റീം വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിതേ
1 ടേബിൾ സ്പൂൺ ബട്ടർ. ഈ ബട്ടർ ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് 2 ടീസ്പൂൺ മൈദമാവ് എടുത്തേക്കുന്നത് ഇതിനകത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടിട്ട് നമുക്ക് പാലൊഴിച്ച് അതൊരു വൈറ്റ് സോസ് ആക്കി മാറ്റണം. ബട്ടർ ഒഴുകി ഇനി ഈ ബട്ടറിലേക്ക് മൈദമാവ് ഇടും കേട്ടോ. 2 ടീസ്പൂൺ മൈദമാവ്. അതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് തീ കുറച്ചേ ഇടാമുള്ളൂ. ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ പാൽ ഒഴിച്ചിട്ട് അത് ഇളക്കി ഒരു സോസ് ആക്കി മാറ്റും. ഇനി പാലൊഴിക്കാൻ പോവാം. 1 കപ്പ് പാലൊഴിച്ചു. ഇതിങ്ങനെ ഇളക്കി കഴിയുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കുറുകി വരും. ചെറിയൊരു തിക്നെസ്സിൽ വരും. ഇതിലേക്ക് കുറച്ച് ഒറഗാനോയും ബേസിലും ഇടും കേട്ടോ. സ്പൈസസ് ഇങ്ങനെ ഇളക്കി ചെറിയ തീയിൽ ഇളക്കുക ചെയ്യുന്നത്. എന്നാലാണ് അത് ആ കട്ട കെട്ടാതെ നല്ല ക്രീമി ആയിട്ട് വരും. ഈ വൈറ്റ് സോസ് ഇങ്ങനെ മേടിക്കണമെങ്കിൽ ഹെവിസിൽ മേടിച്ചാലും മതി. ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആണല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ പാലിൽ ഇങ്ങനെ ചെയ്യുന്നത്. മറ്റേ ഒത്തിരി ഹൈ കാലറി ആയി പോകും. ഇതിങ്ങനെ ഇട്ടിട്ട് ഞാൻ ഇതിൻ്റെ അകത്തെ കുറച്ച് ജാതിക്കായ നട്മക്ക് അതും കൂടെ ഇത് ഇടുന്നുണ്ട്. ഇങ്ങനെ ചെറിയ ഇതിൽ ഗ്രേറ്റ് ചെയ്തിട്ടാൽ മതി. ഇത് ഇതിൻ്റെ ഒരു മെയിൻ സ്പൈസാണ്. അതും ഇട്ടു. ഈ പാസ്തയ്ക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ഇനി ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. നമ്മുടെ തിക്കായി ഇനി ഇത് ഓഫ് ചെയ്യാൻ പോവാം. ഇവിടെ തന്നെ ഇരുന്ന് ഒന്നോടെ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. ഒന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് പരിപാടി കഴിയും നമ്മൾ ഇങ്ങനത്തെ ഡിഷൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ. പിന്നെ രാത്രി ചോറ് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഉച്ചയ്ക്ക് ഏതായാലും അധികം പേരും ചോറായിരിക്കും പ്രിഫർ ചെയ്യണേ. ഞാൻ ഈ മഷ്റൂമിലേക്ക് ഈ സോസ് ഒഴിക്കാൻ പോവുക. ഇനി പാസ്ത ഇട്ട് ഇളക്കണം. അത്രേ ഉള്ളൂ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. പാസ്തയിൽ കുറച്ച് കൂടുതൽ ഉപ്പിട്ടാലാണ് അതിലേക്ക് ശരിക്കും പിടിച്ചത്. ഞാൻ ആ ഓയിൽ ഒഴിച്ചിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് കണ്ടോ ഇത് ഒട്ടിപ്പിടിക്കാതെ തെന്നി ഓരോന്നായിട്ട് കിടക്കണേ. ഇനി ഇത് ഇടുക കേട്ടോ. അങ്ങനെ നമ്മുടെ ആൽഫ്രെഡോ സോസിൽ മക്രോണി പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി ചീസ് ഇടാനുണ്ട്. ഇതെല്ലായിടത്തും ഒന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഒന്നുകൂടെ നോക്കാം. ചീസ് ഗ്രേറ്റ് ചെയ്ത ചീസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതങ്ങോട്ട് ഇട്ടു. കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കട്ടെ. അപ്പോൾ ആ ചീസ് അങ്ങ് മെൽറ്റായിട്ട് നല്ല ക്രീമി ടെക്സ്ചറായിട്ട് മാറും. കണ്ടോ മഷ്റൂമൊക്കെ കിടക്കുന്നുണ്ടോ? മഷ്റൂമിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിട്ടെ കേട്ടോ. എന്നിട്ട് വേണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ക്രീമി ആൽഫ്രെഡോ സോസ് പാസ്ത വിത്ത് മഷ്റൂം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. ഇതിൽ നമ്മൾ ആ ജാതിക്കൊക്കെ ഇട്ടില്ലേ, അതിൻ്റെതായ ആ ഫ്ലേവർ അത് നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ മഷ്റൂം ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. എരിവൊന്നുമില്ല. ചെറിയ കുരുമുളക് പൊടിയുടെ ചെറുതായിട്ട് ഒരിതുള്ളൂ. പിന്നെ ബട്ടറൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു ഡിന്നറാണിത്. ഇതിന് കാർബ് കുറവാണ്. ഞാൻ പറഞ്ഞില്ലേ ഇത് ചിക്കീസിൻ്റെ
മക്രോണിയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ അധികം മേടിക്കാറ്. സൂപ്പർ. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്ക് പീസിൻ്റെ പാസ്ത എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.